ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് എല്ലാവരും ഒരു സംശയമാണ്. ഒരു ബാത്റൂം, അത്യാവശ്യം നല്ലൊരു റൂമിൻ്റെ ബാത്റൂം എത്ര നീളത്തിലായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്, നമുക്ക് സൗകര്യപ്രദമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോയാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏറ്റവും കുറഞ്ഞത് നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഏറ്റവും ലെയറിൽ, ഒരേ ലെയറിൽ നിന്ന് ചെയ്യാൻ സാധിക്കാൻ ഏറ്റവും നല്ലത് അതാണ്. അതായത് ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്ന വ്യത്യാസമുണ്ട്, പക്ഷേ ഏറ്റവും നല്ലത് വാഷ് ബേസിൻ സെൻറ്ററിൽ നമ്മുടെ വാഷ് ബേസിന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം തന്നെ ഡോറിനോട് ചേർന്ന് വാഷ് ബേസിൻ വരിക, തൊട്ടപ്പുറത്തായിട്ട് സെൻട്രലായിട്ട് നമുക്ക് ക്ലോസറ്റിൻ്റെ ഏരിയ, അതിനുശേഷം ഏറ്റവും അറ്റത്തായിട്ട് നമുക്ക് കുളിക്കുന്ന ഏരിയ. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഇവിടെ നമുക്ക് ചെയ്തിരിക്കുന്ന എഞ്ചിനീയർ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു സൈഡിലായതുകൊണ്ട് നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കസ്റ്റമറുടെ രീതി ഉത്തമം ഏതാണോ ആ ലെവലിൽ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മൾ വാഷ് ബേസിന് ഏറ്റവും ടോപ്പിൻ്റെ ഹൈറ്റ് വരുന്നത് 34 ഇഞ്ച് ഹൈറ്റാണ് വരുന്നത്. 34 ഇഞ്ച് ടോപ്പ് വരുന്ന രീതിയിലാണ് വാഷ് ബേസിൻ സെറ്റ് ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതല്ലെങ്കിൽ ഓവറായിട്ട് നമ്മൾ താഴ്ന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് കുഞ്ഞു നിൽക്കേണ്ട അവസ്ഥ വരും. അതുകൂടാതെ തന്നെ ഓവറായിട്ട് ഹൈറ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് മുകളിലേക്ക് ഒരുപാട് ഹൈറ്റ് വരും. അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ 34 ഇഞ്ച് സ്റ്റാൻഡേർഡ് ഹൈറ്റിൽ നമുക്ക് വാഷ് ബേസിൻ സെറ്റ് ചെയ്യാം. അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് നമുക്കൊരു മിറർ സെറ്റ് ചെയ്തു. തൊട്ട് മുകളിലായിട്ട് തന്നെ നേരെ മുകളിലായിട്ട് ഒരു മിറർ ലാമ്പ് കൂടി സെറ്റ് ചെയ്തു. അപ്പോൾ ഈ വാഷ് ബേസിൻ്റെ ഏരിയ എന്ന് പറയുന്ന സമയത്ത് തന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്കൊരു പ്ലഗ് സോക്കറ്റും കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട്. യാതൊരു വിഷയമില്ല, വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഏരിയയാണ് ഈ വാഷ് ബേസിൻ്റെ ഏരിയ ഇപ്പുറത്തേക്ക് വരുന്നത്. അവിടെ നമുക്ക് ധൈര്യമായിട്ട് എക്സോസ്റ്റ് ഫാൻ, ഹീറ്റർ, അതുപോലെ തന്നെ ഒരു പ്ലഗ് സോക്കറ്റ് കാര്യങ്ങളെല്ലാം കൊടുക്കാൻ സാധിക്കും. അതിന് തൊട്ടടുത്ത് അപ്പോൾ നമുക്ക് ഈ വാഷ് ബേസിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഏകദേശം 60 സെൻറ്റിമീറ്ററാണ് അതിൻ്റെ വീതി വരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ബാക്കി വരുന്ന നമുക്കൊരു 100 സെൻറ്റിമീറ്ററോ അല്ലെങ്കിൽ 90 സെൻറ്റിമീറ്ററോ നമുക്ക് കുളിക്കുന്ന ഏരിയ എടുക്കാം. അതിൻ്റെ സെൻട്രലായിട്ട് നമുക്ക് ഡൈവേർട്ടർ സെറ്റ് ചെയ്യാം. ഡൈവേർട്ടർ സെറ്റ് ചെയ്യുന്ന ഭൂമിയുടെ നിരപ്പിൽ നിന്ന്, അതായത് ഫിനിഷിംഗ് ലെവലിൽ നിന്ന് 120 സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് കൊടുത്തത്. ഏറ്റവും മുകളിലാണെങ്കിൽ നമ്മൾ ഏറ്റവും ഷവർ കൊടുക്കുന്നത് മിനിമം 7 അടി ഹൈറ്റെങ്കിലും കൊടുക്കാം. 7 അടി എന്ന് പറയുന്ന സമയത്ത് ഒരടി എന്ന് പറയുന്നത് 30 സെൻറ്റിമീറ്ററാണ് ഒരടി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളത് കാൽക്കുലേറ്റ് ചെയ്തെടുത്തോളാം. പിന്നെ തൊട്ടപ്പുറത്ത് ഏറ്റവും താഴെ സ്പൗട്ട് വരുന്നതും അത് വലിയ ലെവൽ തന്നെയാണ്. ഒരു ടാപ്പിൻ്റെ ഹൈറ്റ് ഒരു 30 ഇഞ്ച് ഹൈറ്റിലാണ് നമ്മളെ ടാപ്പിൻ്റെ ഹൈറ്റ്. അപ്പോൾ ടാപ്പ്, ഡൈവേർട്ടർ, അതുപോലെ തന്നെ നേരെ ഷവറിൻ്റെ ഹൈറ്റ്. അപ്പോൾ നമ്മളിങ്ങനെ രണ്ടളവ് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്കത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. തൊട്ടടുത്ത് പിന്നെ വരുന്ന ഏരിയ എന്ന് പറയുന്നത് 100 സെൻറ്റിമീറ്റർ നമ്മൾ വന്നു. അതായത് കുളിക്കുന്ന ഏരിയ ഒരു 100 സെൻറ്റിമീറ്റർ. ബാക്കി വരുന്ന ഒരു 90 സെൻറ്റിമീറ്ററോ അല്ലെങ്കിൽ 100 സെൻറ്റിമീറ്ററോ ആയിരിക്കും നമുക്ക് ഈ വരുന്ന നമ്മുടെ ക്ലോസറ്റിൻ്റെ ഏരിയ വരുന്നത്. അത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്ത് വയ്ക്കാം. അപ്പം മിനിമം നമുക്ക് വേണ്ടത് ഒരു 8 അടി അല്ലെങ്കിൽ 240 സെൻറ്റിമീറ്റർ എങ്കിലും നമുക്ക് അത്യാവശ്യം നീളത്തിൽ ഒരു ബാത്റൂം ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യാൻ സാധിക്കും. ഒരു 60 സെൻറ്റിമീറ്റർ വരാവുന്ന രീതിയിൽ വാഷ് ബേസിൻ്റെ ഏരിയ, ഒരു 100 സെൻറ്റിമീറ്റർ 90 സെൻറ്റിമീറ്റർ വരാവുന്ന രീതിയിലാണെങ്കിൽ നമ്മുടെ ക്ലോസറ്റിൻ്റെ ഏരിയ, പിന്നീട് 100 സെൻറ്റിമീറ്റർ 90 സെൻറ്റിമീറ്റർ വരാവുന്ന രീതിയിലാണെങ്കിൽ നമ്മുടെ കുളിക്കുന്ന ഏരിയ. അപ്പോൾ 100 സെൻറ്റിമീറ്റർ കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ലെങ്ത്ത് കൂടും. പക്ഷേ അല്ലാതെ നമുക്കൊരു 90 സെൻറ്റിമീറ്റർ 60 സെൻറ്റിമീറ്റർ ആണെങ്കിൽ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കൊരു 240, അതായത് 8 അടി ഫീറ്റിൽ നമുക്ക് നല്ലൊരു ബാത്റൂം ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. കുളിക്കുന്ന ഏരിയയിൽ അത്യാവശ്യം സ്പേസ് ഉണ്ടാവും. അതുപോലെ ക്ലോസറ്റിൻ്റെ ഏരിയയിലും സ്പേസ് ഉണ്ടാവും, വാഷ് ബേസിൻ്റെ ഏരിയയിലും സ്പേസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുമാത്രമല്ല ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ പ്രൊഡക്ട്സുകൾ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള ഈ ഡൈവേർട്ടർ കാര്യങ്ങളൊക്കെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണം, ഫ്ലിപ്കാർട്ടിലെ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഞാനൊരു ലിങ്ക് അല്ലെങ്കിൽ ജസ്റ്റ് ഇതിൻ്റെ സ്ക്രീനിൽ ഞാനത് കൊടുത്തേക്കാം. നിങ്ങളത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് വാങ്ങണമെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ഡയറക്റ്റായിട്ട് വാങ്ങാവുന്നതാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലേ നമ്മൾ ഇതുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.